നവാഗതനായ രതീഷ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തൃശൂർ പേരു കൃപിത. ചിത്രത്തിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, ചെമ്പൻ വിനോദ്, ബാബുരാജ്, ശില്പി ശർമ്മ എന്നിങ്ങനെ ഒരു നീണ്ട വരി തന്നെ ഉണ്ട് കേട്ടോ. ചിത്രത്തിന്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്ന ബിജി ബാലാണ്. തൃശ്ശൂരിനെ കുറിച്ച് ഒരു പാട്ട് തന്നെ ഉണ്ടായിരുന്നു. 1-2 പാട്ടുകളെല്ലാം നല്ല മികച്ച തന്നെ നിന്നു. അതുപോലെ തന്നെ ഓർക്കുട്ട് എന്ന ഓർമ്മക്കുട്ട്, യൂട്യൂബ്, ബ്രൂട്ടസ് എന്ന സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറായ സ്വരൂപ് ഫിലിപ്പ് തന്നെയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രതീഷ് കുമാറിന്റെ ആദ്യ സിനിമയാണെങ്കിലും ഡയറക്ഷൻ എല്ലാം മികച്ച തന്നെ, സൂപ്പർബ് എന്ന് തന്നെ പറയാം. സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച് 2 തൃശ്ശൂർ ഗാങ് വലുതാകുമ്പോഴുമുള്ള പാരവെപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിലെ ചെമ്പൻ വിനോദിന്റെ ഗാങ്ങിലേക്ക് ആസിഫ് അലി കടന്നു വരുന്നത് തുടർന്നുണ്ടാവുന്ന സംഭവവികാസങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. കഥയെക്കുറിച്ച് വലിയ എടുത്തു പറയാനൊന്നുമില്ലെങ്കിലും സിനിമയിലെ ഓരോ ക്യാരക്ടറും ജീവിക്കുകയായിരുന്നു എന്നതായിരുന്നു സത്യം. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ എടുത്തു പറയേണ്ടത് നായികയായി വന്ന നമ്മുടെ അപർണ ബാലമുരളിയുടേതാണ് കേട്ടോ. ഭാഗ്യം എന്നൊരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് അപർണ ബാലമുരളി വേഷമിടുന്നത്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് വളരെ സൂപ്പർബായിട്ട് തന്നെ അപർണ ചെയ്തു. മൊത്തത്തിൽ പറഞ്ഞാൽ അങ്കമാലി ഡയറീസ് പോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് ഒരു കട്ട ലോക്കൽ പടം എന്ന് തന്നെ പറയാം. തൃശ്ശൂർ ഡയറീസ് എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ തൃശ്ശൂർ സ്ലാങ്ങും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ എല്ലാ വിഷ്വൽസും ഈവൻ തൃശ്ശൂരിലെ മാർക്കറ്റും ബസ് സ്റ്റാൻഡും എല്ലാം എടുത്തു കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സിനിമയിലൂടെ തൃശ്ശൂരിനെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇതൊരു കട്ട ലോക്കൽ പടം എന്ന് പറയുന്ന പോലെ കട്ട ലോക്കൽ സ്ലാങ്ങും അതേപോലെ അടിയും ഇടിയും അങ്ങനത്തെ കുറച്ച് ഇതുള്ളത് കൊണ്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടുക എന്ന കാര്യത്തിൽ സംശയമാണ്. ചിത്രം അവസാനം വരെ ഒരേ മൂഡിലാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പലതരം തൃശ്ശൂർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെ എന്ന് പറയാം. കൂടുതൽ ലാഗിങ്, ബോറടിപ്പിക്കുന്ന സീൻസ് ഒന്നും തന്നെ എവിടെയും തോന്നിയില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ പേരു ക്ലിപ്പിതം ഒരു എബവ് ആവറേജ് മൂവി തന്നെയാണ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു പ്രതീക്ഷ തന്ന, പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോവുകയാണെങ്കിൽ ഈ ചിത്രം നിങ്ങൾ ഒട്ടും നിരാശപ്പെടുത്തുകയില്ല. ഞങ്ങളുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 5-ൽ ഒരു 3 കൊടുക്കാം. ഇനി തീരുമാനിക്കേണ്ട പ്രേക്ഷകരായ നിങ്ങളാണ്. സിനിമ പോയി കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. പുതിയൊരു റിവ്യൂ എത്തുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, കീപ് റോക്കിംഗ്.